ഹായ് ഫ്രണ്ട്സ്, ഈനാസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ 6 ആണ്, നമ്മളെ ബീഡ്സിൻ്റെ ഡേ 6 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കട്ട് ബീഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഒരു ലൈനാണ് ഞാൻ ഇവിടെ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈനിൽ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡിസൈനുകളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കട്ട് ബീഡ്, നല്ല ഷൈനിങ് ഉള്ള ഒരു കട്ട് ബീഡാണ് കേട്ടോ. ഇത് ഗ്ലാസ് ടൈപ്പ് അല്ല, പക്ഷെ നല്ല ഷൈനിങ് ആണ് ഈ ഒരു കട്ട് ബീഡ്. കട്ട് ബീഡ് പല ടൈപ്പിലുണ്ട്. അതേപോലെ ഗ്ലാസ് ടൈപ്പ്, ഇത് ഗ്ലാസ് ബീഡാണ്, അതായത് ഗ്ലാസ് ടൈപ്പുള്ള കട്ട് ബീഡാണ്. ഇത് 2 കളറാണ് കേട്ടോ. അടുത്തത് മാറ്റ് ടൈപ്പ് എന്ന് പറയുമ്പം ഗ്ലാസ് ബീഡല്ല, അതായത് ഒരു ഷൈനിങ് ഒന്നും ഇല്ലാത്തൊരു ടൈപ്പ് ബീഡാണ് ഈ ഒരു ടൈപ്പ്. ഇത് മൈക്രോ ബീഡ് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞ് ബീഡ് കേട്ടോ, മൈക്രോ കട്ട് ബീഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബീഡുകളൊക്കെ നമുക്ക് ഷുഗർ ബീഡ്സിലും ഉണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൽ കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഹാൻഡ് നീഡിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 3 ബീഡാണ് കോർത്തെടുക്കുന്നത് കേട്ടോ. 3 ബീഡാണ് കോർക്കേണ്ടത്, കാരണം ഓരോ ബീഡിട്ടും ചെയ്യാം, അല്ലെങ്കിൽ 3 ബീഡിട്ടിട്ട് കൊടുക്കാം. അതിൽ കൂടുതൽ ചെയ്യുമ്പോൾ നമ്മൾ റിങ്ങിൽ നിന്ന് അഴിച്ചെടുക്കുമ്പം അത് ലൂസ് വരും. അപ്പം 3 ബീഡിട്ടിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇനി കണ്ടോ, ലാസ്റ്റത്തെ ഒരു ബീഡിൻ്റെ തൊട്ടടുത്തു നിന്നാണ് നീഡിൽ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ലാസ്റ്റ് ഒരു ബീഡ് ഉണ്ടല്ലോ, ആ ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കോർത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചുകളൊക്കെ നമുക്ക് ആരി നീഡിൽ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആരി നീഡിലിൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ തെൻസാൻ ഡിസൈൻസ് എന്നിട്ട് എൻ്റെ മറ്റൊരു ചാനലുണ്ട്, അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ലൈന് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റത്തെ ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞാനത് എടുക്കുന്നത്. 1 or 2 ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിതുപോലെ കോർത്തെടുക്കാം. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓൺലൈൻ ക്ലാസ് നമ്മൾ ആര്യ വർക്കിൻ്റെ കൊടുക്കുന്നുണ്ട്, അതുപോലെ ബ്ലൗസിൻ്റെതും ചുരിദാറിൻ്റെയും സ്റ്റിച്ചിങ് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാം. ഇപ്പോൾ ഡേ 5 വരെ നമ്മൾ ഷുഗർ ബീഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഷുഗർ ബീഡും പേൾ ബീഡിൻ്റെയും ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഒരു ബീഡ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലൈന് കംപ്ലീറ്റ് ആക്കണമല്ലോ. അതിനുശേഷം താഴേക്ക് ഇറക്കിയിട്ട് ആ ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും ഒന്ന് കോർത്തെടുക്കുക. ലാസ്റ്റത്തെ ആ ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നുകൂടി കോർത്തിട്ട് അതിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി താഴേക്ക് ഇറക്കി കെട്ടിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബീഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് ലൈനിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ലീഫ് എങ്ങനെ ചെയ്യാം, കട്ട് ബീഡ് കൊണ്ട് എങ്ങനെയാണ് ലീഫ് ചെയ്യാമെന്നുള്ളതോ ഫ്ലവർ ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് എപ്പോഴും നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് മൈക്രോ ബീഡ് വെച്ചിട്ട് സെയിം സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. മൈക്രോ ബീഡ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഈ ഒരു മൈക്രോ ബീഡ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന അതേപോലെയും ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ ഫുൾ ഈ ഒരു ലൈനല്ലോ ഞാൻ ചെയ്യുന്നത്, അപ്പോൾ ഈ ഒരു ലൈന് ഫുള്ളായിട്ട് നമുക്ക് കോർത്തെടുക്കാം, സ്റ്റിച്ച് ചെയ്യാതെ കോർത്തെടുക്കാം. അതെ, ഇതിൽ ഞാൻ ആദ്യം ഒരു 4 ബീഡ് ഇട്ടിട്ട് 3 ബീഡാണ് നമ്മൾ കട്ട് ബീഡ് മറ്റേ ഫസ്റ്റത്തേത് ചെയ്തത് അല്ലേ. പക്ഷെ ഇത് വളരെ കുഞ്ഞ് ബീഡാണ്, അപ്പോൾ ഞാനിതൊരു 4 ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 ബീഡ് ഇട്ടിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലാസ്റ്റത്തെ ആ ഒരു 2 ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കാം. അതല്ല എങ്കിൽ ഈ ഒരു ത്രെഡ് ഈ ഒരു ലൈൻ മുഴുവനായിട്ട് ഞാനിത് ഈ കട്ട് ബീഡ് കോർത്തെടുക്കുന്നുണ്ട്, സ്റ്റിച്ച് ചെയ്യുന്നില്ല, കോർത്തെടുക്കുകയാണ്. കണ്ടോ, ഇതേപോലെ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ കോർത്തെടുക്കുക. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ, റിങ്ങൊന്ന് അഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ലൂസായിട്ട് കിടക്കും. അപ്പോൾ ഇതുപോലെ ലാസ്റ്റ് എൻഡിലേക്ക് നീഡിൽ ഇറക്കി കൊടുത്തതിന് ശേഷം ഓരോ 2-3 കട്ട് ബീഡിൻ്റെ ഇടയിലൂടെ ലോക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേപോലെ നീഡിൽ ഇറക്കി കൊടുക്കുക. അങ്ങനെ അത് ലോക്ക് ചെയ്ത് നിർത്തുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഫസ്റ്റത്തെ രീതിയിൽ ചെയ്തില്ലേ, ഫസ്റ്റത്തെ ബീഡ് ചെയ്തില്ലേ, അതേപോലെയും ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 മെത്തേഡിൽ നമുക്ക്, അല്ലാതെ ഈ മൈക്രോ ബീഡിനും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത്. 2 ബീഡും നമുക്ക് ഈ 2 രീതിയിലും ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഹാൻഡ് നീഡിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ്, അതായത് നമ്മൾ നോർമൽ നീഡ് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ആരി നീഡിലാകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. ഉണ്ടോ, ഇതിവിടെ ലോക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി അടുത്തത് സ്റ്റെമ്മായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു 3 ബീഡ് ഇട്ടിട്ട് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സെൻറ്ററിലുള്ള ഒരു ബീഡിൻ്റെ ഇടയിൽ കൂടെയാണ് ത്രെഡ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ എടുത്ത് കട്ടായി പോയതാണ്, എടുത്തിട്ടുണ്ടായിരുന്നു, അത് മിസ്സായി പോയതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തില്ലേ, അതേപോലെ ഒരു 3 ബീഡ് ഇട്ട് കൊടുക്കുക. 3 ബീഡ് ഇട്ടതിന് ശേഷം താഴേക്ക് കൊടുത്തിട്ട് സെൻറ്ററിലുള്ള ആ ബീഡിൻ്റെ ഇടയിലൂടെയാണ് ഇത് എടുക്കുന്നത്. നോക്കുക കേട്ടോ, ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഈ ഒരു 3 ബീഡല്ലേ, ഈ 3 ബീഡിൻ്റെ ഇടയിലുള്ള ഒരു ബീഡ്, സെൻറ്ററിലുള്ള ബീഡിൻ്റെ അടുത്ത് കൂടെയാണ് നീഡിലിനെ പാസ് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, അപ്പോൾ ലൈനിലൂടെയാണ് നമ്മൾ നീഡിലെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിയിലൊക്കെ സ്റ്റെം സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഹാൻഡ് എംബ്രോയ്ഡറി അറിയുന്നവർക്ക് അറിയാം. അതേപോലെയാണ് നമ്മൾ ബീഡ് കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കട്ട് ബീഡ് കൊണ്ട് മാത്രമല്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുക, നമുക്ക് ഷുഗർ ബീഡ് കൊണ്ടും ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു പിരിഞ്ഞ് പോലെ വരുന്നത് കണ്ടില്ലേ. അതുപോലെ ഇതിൽ ഞാൻ 2 കളർ ഇട്ടിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇന്ന് നമ്മൾ ഈ ഒരു 3 സ്റ്റിച്ചാണ് ഇതാണ് പഠിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് പഠിക്കാം കേട്ടോ, ലീഫ് ചെയ്തിട്ടും ഒക്കെ പഠിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മളിവിടെ ബീഡ്സിൻ്റെ ക്ലാസ്സാണ്. ഇനിയിപ്പോൾ നമുക്ക് സീക്വൻസ് കൊണ്ടും അതുപോലെ തന്നെ ട്യൂബ് ബീഡ് അങ്ങനെ പല നമ്മൾ ചെയ്ത് പഠിക്കുന്നുണ്ട്, ഡിസൈനൊക്കെ ചെയ്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. സീക്വൻസ് അതുപോലെ സ്റ്റോൺ ചെയിനിൻ്റെ വർക്കുകൾ അതൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്പായിട്ടാണ് ഞാനിവിടെ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഷുഗർ ബീഡ് പഠിച്ചു, അത് കഴിഞ്ഞ ശേഷം കട്ട് ബീഡ്. ഇനി അടുത്ത നമുക്ക് ട്യൂബ് ബീഡ് കൊണ്ടുള്ള വർക്ക് പഠിക്കാം. അതിനൊക്കെ ശേഷം നമുക്ക് ഇങ്ങനെ ഓരോ ക്ലാസ്സായിട്ട് വരാം കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻസും ആണ് എനിക്ക് ക്ലാസ് തരാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, അങ്ങനെ പിരിഞ്ഞ പോലെയല്ലേ ഈ ഒരു സ്റ്റിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഷുഗർ ബീഡ് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഇവിടെ താഴേക്ക് നീട്ട് ഇറക്കിയതിന് ശേഷം ഇതുപോലെ ആ ബീഡ്സിൻ്റെ ഇടയിലൂടെ ഒന്നുകൂടി ഒന്ന് കോർത്തെടുക്കുക. ഒന്ന് സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 2 ബീഡിൻ്റെ ഇടയിലൂടെയാണ് ഞാനത് കോർത്തെടുത്തിട്ടുള്ളത്. ഇനി താഴേക്ക് ഇറക്കി കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു 3 സ്റ്റിച്ചാണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.